ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കരയുടെ മഹാസൂര്യനായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ 72ാമത് ഓർമ്മ പെരുന്നാളിന് ഒരുക്കമായി ജൂലൈ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന പിതാവ് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ അകത്താളുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ 2ാം ദിവസമായ ഇന്ന് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നതായ വിശുദ്ധ കുർബാനയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന മറ്റു വിശേഷണങ്ങളുടെ ആഴവും അർത്ഥവും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മാർ ഇവാനിയോസ് പിതാവ് നമ്മോട് പറയുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ ദിവ്യ സംസർഗം എന്ന ഒരു പേര് കൂടി ഉണ്ടെന്നാണ്. ആരുമൊത്തുള്ള സംസർഗത്തെ ആയിരിക്കും ഈ പേര് സൂചിപ്പിക്കുന്നത്. മാമോദീസായിലൂടെ നാം ആരംഭിച്ച ദൈവവുമൊത്തുള്ള ആ ദിവ്യ സംസർഗം വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നിലനിർത്തുന്നത്. അതേപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദ സമയത്ത് പുരോഹിതൻ പറയുന്ന ഒരു വാക്യമുണ്ട്: ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചവരോടുകൂടി ജീവനുള്ളവരും. ഇപ്രകാരമുള്ള സകല വിശ്വാസികളും ദൈവ സംസർഗത്തിൽ ഒന്നായിരിക്കുന്ന ഏറ്റവും പരിപാവനമായ നിമിഷമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യ സംസർഗം എന്ന പേര് നൽകപ്പെടുമ്പോൾ അത് ഒരു വിശ്വാസിയുടെ ജീവിതയാത്രയുടെ അവിഭാജ്യ ഘടകമായി മാറുന്നു. കർത്താവ് പെസഹ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സഭയ്ക്ക് നൽകിയ മഹാരഹസ്യം തൻ്റെ തിരുശരീര രക്തങ്ങളായതിനാൽ വിശുദ്ധ കുർബാനയ്ക്ക് രഹസ്യം എന്ന ഒരു പേര് കൂടിയുണ്ടെന്ന് ഈ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. നിങ്ങളുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് കുഞ്ഞാടിൻ്റേതുപോലെ കറയോ കളങ്കമോ ഇല്ലാത്ത ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് എന്ന് പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിന്റെ പാപത്തെ നീക്കിയ ദൈവത്തിന്റെ കുഞ്ഞാട് യേശു മിശിഹായാകയാലും ആ കുഞ്ഞാടിന്റെ രക്തത്താലാണ് ലോകത്തിന്റെ പാപം പരിഹരിക്കപ്പെട്ടത് എന്നതിനാലും വിശുദ്ധ കുർബാനയ്ക്ക് കുഞ്ഞാട് എന്ന പേര് കൂടിയുണ്ടെന്ന് മാർ ഇവാനിയോസ് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കുഞ്ഞാട് എന്ന പേരിന്റെ അർത്ഥം കുറച്ചുകൂടി ആഴത്തിൽ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണ മാർഗമനുസരിച്ച് പാപപരിഹാരത്തിനായി കുഞ്ഞാടിനെയാണ് ബലിയർപ്പിച്ചിരുന്നത്. ലോകത്തിന്റെ പാപത്തിനു വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായും ബലിയർപ്പിക്കപ്പെട്ടു. പാപപരിഹാരത്തിനായുള്ള ആ നിത്യബലിയിൽ ക്രിസ്തുവിന്റെ വിശുദ്ധ സഭ അനുദിനം പങ്കെടുക്കുന്നതിനായി സഭയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയെ ഈ ഒരു അർത്ഥതലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് കുഞ്ഞാട് എന്ന പേര് ഏറ്റവും അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ നിമിഷത്തിലും പരിശുദ്ധ ബലിയുടെ ആത്മീയ അർത്ഥതലങ്ങൾ കൂടി ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മൂല്യത്തിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയുടെ അർത്ഥതലങ്ങൾ ആഴത്തിൽ നമ്മെ പഠിപ്പിച്ച ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ മാധ്യസ്ഥവും പ്രാർത്ഥനയും എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.